friends and welcome back to our channel Rhythm of Life with Adi. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നല്ലേ? നല്ല ഭംഗിയില്ല ഈ സ്ഥലം കാണാൻ. നിങ്ങൾ ആദ്യം ഇവിടെ ഒക്കെ ഒന്ന് നോക്കിക്കേ. കണ്ടോ, നല്ല സൂപ്പർ ഗ്രീനറിയിൽ ഞാനും നല്ലൊരു ഗ്രീൻ ഡ്രസ്സ് ആയിട്ടേക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് വേറെ എങ്ങും അല്ല കേട്ടോ. ഇതാണ് മണിയാർ ഡാം. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കക്കാട്ടാറിൽ ഉള്ള ഒരു ഡാമാണ് മണിയാർ ഡാം. അപ്പോൾ ദാ നമ്മുടെ വീടിന് തൊട്ടടുത്തെന്നല്ല, ഏകദേശം നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാഴ്ച കാണിക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വരുന്നവരെല്ലാം വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മണിയാർ ഡാം കേട്ടോ. അപ്പം എന്താ പറയുക, ഇതൊരു മേസൺറി ഡാമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഈ ഡാമിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്കൊക്കെ പോയി ഇവിടുത്തെ ബാക്കി കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കാണണ്ടേ? അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ, വാ. സോ ഫ്രണ്ട്സ്, ഈ ഡാം മെയിനായിട്ടും ഇറിഗേഷൻ പർപ്പസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനായിട്ട് കേരളത്തിലുള്ളത്. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മെഗാവാട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 40ഓളം ആളുകൾക്ക് ജോലിയും ഉണ്ട്. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല കേട്ടോ. ഞങ്ങൾക്കൊപ്പം എൻ്റെ മമ്മിയുണ്ട്, എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊപ്പം ഉള്ളൊരു യാത്രയാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ എന്താണ് പെട്ടെന്നൊരു മമ്മി വിളിയൊക്കെ. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ അമ്മയെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പം മമ്മി എന്നാണ് വിളിക്കുന്നത്. ഒട്ടും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് എൻ്റെ മമ്മിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ചേച്ചി. ഞാൻ മമ്മി എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഈ വെള്ളത്തിൻ്റെ ഈ ശബ്ദമൊക്കെ കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. പക്ഷെ ഇത് എൻ്റെ അങ്ങോട്ടുള്ള കിടിലം വ്യൂ ആണ്. ഒന്ന് നോക്കി നിങ്ങൾ, അത് സൂപ്പറായിട്ട്. then ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ താഴേക്ക് നോക്കാം. എനിക്ക് ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. കണ്ടോ, ഡാം അടച്ചു വെച്ചിരിക്കുകയാണ്. then ഇവിടെ ഇങ്ങനെ അതിൻ്റെ വെള്ളം വാട്ടർ ലെവൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അവിടേക്ക് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയ ഫ്രണ്ട്സ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തിലാണല്ലോ, ഞങ്ങളുടെ നാട്ടിലാണല്ലോ ഇതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നും. ഇങ്ങനെ ഈ വ്യൂ നോക്കിയേ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, അത് കണ്ടോ, നല്ല റെഡ് ഫ്ലവർ പൂത്തു നിൽക്കുന്ന ഒരു മരങ്ങളിനകത്ത് ഇലകളൊന്നും ഇല്ലാതെ എത്ര ഭംഗിയാണല്ലേ. പ്രകൃതി മനോഹരി എന്ന് പറയുന്നത് ഇതാ. ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിംഗ് ഇവിടെയാണ് നടന്നത്. നല്ലതായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ. സോ ഫ്രണ്ട്സ്, ഇതാ ഇതിൻ്റെ പുറകിലായിട്ട് കാണുന്നത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേരള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റാണ് ഈ മണിയാർ ഡാം. എന്താ പറയുക, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടയിലെ ഒരു ടൂറിസം മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നറിയില്ല ഇതിനകത്ത് കൂടുതൽ ഇപ്പോഴും ഡെവലപ്മെൻറ്റ്സ് വരാൻ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ടൂറിസം പ്ലേസായിട്ട് ഇത് അറിയാനുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫീച്ചേഴ്സും ഈ മണിയാർ ഡാമിനുണ്ട്. കാരണം ഇത് ഇവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ തന്നെ സാധിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് പക്ഷികളുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റിന് നല്ലൊരു കാഴ്ചയായിരിക്കും ഈ ബേർഡ്സും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ ഒരുപാട് നല്ല സീനറീസ് ഉണ്ട്. നല്ല ഗ്രീനിഷാണ്, നല്ല ഗ്രീനറി ഉണ്ട്. അതുപോലെ ഒരു തൂക്കുപാലം ഇവിടെയുണ്ട്. ഈ തൂക്കുപാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെയുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനമേഖലയാണ് കേട്ടോ. അതെ, ഇത്
ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൻ്റെ നടുവിലായിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മമ്മിയൊക്കെ എന്നോട് ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്ചര്യം തോന്നും, ഇത്തരം ഒരു സംഭവം ബ്രിട്ടീഷുകാർ എങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തു എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ വേണ്ട ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് കാം ആൻഡ് എത്ര ഫ്രഷ് ആയിട്ടുള്ള എയർ ആണെന്നറിയാം. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ അത്തരമുള്ള ഒരു സിറ്റി ലൈഫിൽ നിന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാം അറ്റ്മോസ്ഫിയർ, ആ കൂൾനെസ്, ആ ഫ്രഷ്നെസ്, അതുപോലെ തന്നെ നല്ല ശുദ്ധ വായു നമുക്ക് ലഭിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി ചിൽഡ്രൻസ് പാർക്കും പിന്നെ നിങ്ങൾക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് കാണണ്ടേ, അതുകൂടെ ഒന്ന് കാണാം. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് AVT ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്. റബ്ബർ ഷീറ്റ് അടിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. അവിടോട്ട് ചെല്ലുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. AVT ഫാക്ടറി ആണെന്ന് തോന്നുന്നു. അത് വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. സോ ഫ്രണ്ട്സ്, ഇതാ ഇതിനിടവഴി കൂടി ഇങ്ങനെ നടന്ന് ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ നടക്കാൻ കേട്ടോ. നടക്കാനെന്നല്ല, ഒരുപാട് ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മൾ ഡാമിൻ്റെ തൊട്ടടുത്ത് എത്തിയതേ. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാമിൻ്റെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ, വെള്ളത്തിൻ്റെ ഇത് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. കണ്ടോ വാ, കണ്ടോ ഇപ്പം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് വെള്ളത്തിൻ്റെ. ഇവിടെ ഇപ്പം വെള്ളം കുറവാണ്, ഇപ്പം വേനലല്ലേ, അപ്പം അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ നല്ല ഒരു ഉച്ച സമയത്ത് വന്നതുകൊണ്ട് നല്ല ക്ഷീണമാണ്, നല്ല ഭയങ്കര വെയിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാറും വരുന്നുണ്ട്, മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ വേണ്ടേ എല്ലാവരും ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. ഒരാൾ ഇവിടെ തളർന്നു കുത്തി ഇരിപ്പുണ്ട്. മമ്മി അവർ ഫുൾ എനർജിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കേരളത്തിനുള്ളിൽ പോലും ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലാത്ത ഞാൻ ഇത്രയും ദൂരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്നത് കൊണ്ടാവാം നാട്ടിൽ വന്നിറങ്ങുന്ന നിമിഷം മുതൽ ഓരോ നിമിഷവും എന്തിനെ എടുക്കുന്ന ഓരോ ശ്വാസം പോലും ഞാൻ ആസ്വദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും നല്ല ശുദ്ധവായുള്ള ജില്ല പത്തനംതിട്ടയാണല്ലോ അല്ലേ, അപ്പം പിന്നെ ആസ്വാദനം കൂടും. സോ ഫ്രണ്ട്സ്, ഇതും നമ്മുടെ മണിയാർ ഡാമിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞു പാലമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ പ്രീ വെഡിങ് ഷൂട്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രീ വെഡിങ് ഷൂട്ടൊക്കെ ഇവിടെയാണ് എടുത്തത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോസിനകത്ത് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രീ വെഡിങ് ഷൂട്ട് നമ്മുടെ നാട്ടിലെ ഓർമ്മകളെന്നും പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഫുൾ എന്താ പറയുക, നമ്മുടെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഈ മണിയാർ ഡാം ബേസ് ചെയ്തായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടത്തൊക്കെ നിന്ന് എടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നിന്നെടുത്ത ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മനസ്സിൽ കൂടി ഇങ്ങനെ വരികയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞതാണ് ഇങ്ങനെ ഈ വെഡിങ് ഷൂട്ടിനൊക്കെ നല്ല സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതാ ഈ മരങ്ങളൊക്കെ കണ്ടോ. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. AVT പെരുന്നാട് എസ്റ്റേറ്റ് മെയിൻ ഫാക്ടറിയാണിത് കണ്ടോ. ഈ റബ്ബർ ഷീറ്റിൻ്റെ ഫാക്ടറിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഇവിടെ. അതെ. സോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, തൂക്കുപാലം ഉണ്ടെന്ന്. അതാണിത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ പണിത പാലമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിന് എന്തൊക്കെയോ ഇത് നടത്തിയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാലത്തിൽ ഒരേ സമയം 2 പേരിൽ കൂടുതൽ യാത്ര ചെയ്യുവാൻ പാടില്ല എന്ന്. അപ്പോൾ ഇതാ നമുക്കൊന്ന് നടന്ന് അപ്പുറത്തേക്ക് പോവാം അല്ലേ. പെരുന്നാട് എസ്റ്റേറ്റ് വെൽക്കംസ് യു സ്വിംഗ് ബ്രിഡ്ജ് ബിൽഡ് ഇൻ 1926 പണിതതാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെ നമുക്ക് നടക്കാം. ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെയാണ് നടക്കുന്നത്. ഇപ്പം ചെറുതായിട്ടേ കുലുക്കമുള്ളൂ, അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കുലുക്കമായിട്ട് വരുന്നത്. ഇവിടെ അത്രയില്ല, നമുക്കിങ്ങനെ നടക്കാം.
ഇവിടുന്ന് താഴോട്ട് നോക്കുവാണെങ്കിൽ വെള്ളത്തിന് വലിയ ആഴമൊന്നുമില്ല, ചെറിയൊരു ആഴം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടക്കുകയാണ്. ഇപ്പോൾ ആടി തുടങ്ങി കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഇപ്പം ചെറുതായിട്ടൊരു പേടി പോലെ തോന്നുന്നുണ്ട്. എന്നാലും ഇതുവഴി നടന്നിട്ടുള്ളതാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾക്കുള്ള കുഞ്ഞൊരു പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഈവനിങ് വോക്ക് അല്ലെങ്കിൽ കുഞ്ഞ് മുഷിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് മുഷിയുമ്പോൾ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഒന്ന് നടത്തുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ പേടിക്കേണ്ട ഒരു സിറ്റി എന്നല്ല, നമ്മളങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഒരുപാട് ആളുകളൊന്നും വന്ന് തിങ്ങിക്കൂടുന്ന ഒരു ഭാഗവും ഒരു സ്ഥലമൊന്നും അല്ലാത്തതുകൊണ്ട് ഇതായിട്ട് കണ്ടോ, ഇങ്ങനെ നമുക്കൊന്ന് വന്നിരിക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനും പിന്നെ റിലാക്സ് ആവാനും ഒക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും പക്ഷികൾ കരയുന്നതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ചലിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ കണ്ടോ. ഇത് നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇതുപോലെ ഇത് കണ്ടോ, ഈ മരമൊക്കെ കണ്ടോ, ഈ മരത്തിൻ്റെ വേര് കണ്ടോ. ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് കൊച്ചിലെ കഞ്ഞിയും കറിയും വെച്ച് കളിച്ചതൊക്കെ ഓർമ്മയുള്ളൂ. സോ ഫ്രണ്ട്സ്, ഇതാണ് മണിയാർ ഡാമിൽ നിന്നുമുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്താ പറയുക, നല്ല ആർത്തിരുമ്പ് വരുന്ന കക്കാട്ടാറിനെ പിടിച്ചു നിർത്തി തൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്ന, അതുപോലെ തന്നെ കോടമഞ്ഞൊക്കെ വന്ന് വീഴുന്ന സമയത്ത് പ്രകൃതിയുടെ ഈ പച്ച പുതപ്പിനുള്ളിൽ കയറി മൂടി പുതച്ചിടും എങ്കിൽ തൻ്റെ ഗാംഭീര്യം ഒട്ടും തന്നെ കളയാതെ തല ഉയർത്തി പിടിച്ച് നിന്നുകൊണ്ട് ഈ കിളികളുടെ ചിലതിലിപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്ന മണിയാർ ഡാം അത്രയും നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾ പത്തനംതിട്ട വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പത്തനംതിട്ട എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മിസ്സാക്കിയേക്കല്ലേ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം, മറന്നു പോവല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. സോ ഫ്രണ്ട്സ്, ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.